ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു പെൺവാലിൻ വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ റിപ്ലൈ ലെറ്റർ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അന്നാസ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാണ് ഞാനത് റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നത്. ഈ ഒരു റിപ്ലൈ ലെറ്ററിൽ ഒരു കോഫി തീമായിട്ടാണ് ഞാൻ ചെയ്യണത്. ഇപ്പോൾ ഞാൻ കാണിക്കണത് ലെറ്റർ ആണ് കേട്ടോ. ഞാൻ മുന്നേ ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, അപ്പോൾ പിന്നെ വീഡിയോയിൽ ഷെയർ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുന്നേ ക്വസ്റ്റ്യൻസ് ആയാലും അതിൻ്റെ ഉള്ളിൽ തന്നതിൻ്റെ ആൻസർ ആണെങ്കിലും പിന്നെ ലെറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഈ ലെറ്ററിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അന്നാസ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് ആ ലെറ്ററിൻ്റെ മുകളിലായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ ലെറ്റർ എഴുതിയ പേജ് ഞാൻ വാങ്ങിയതൊന്നുമല്ല കേട്ടോ. ഞാൻ തന്നെ പ്രിൻ്റ് എടുത്തതാണ്. ഡബിൾ സൈഡിൽ 2 സൈഡിലും വരുന്ന പ്രിൻ്റാട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ഡോട്ടഡ് വന്നിട്ടുള്ള പേജാണ്. അതിൻ്റെ അടിയിൽ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഗേളിൻ്റെ ഒരു ചിത്രമുണ്ട്. ഞാനത് പിൻട്രസ്റ്റിൽ നിന്നാണ് ഞാൻ ഡൗൺലോഡ് ആക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു പേജ് ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. പിൻട്രസ്റ്റിലൊരു ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഇമേജ് കണ്ടപ്പോൾ ഞാനങ്ങനെ ഡൗൺലോഡ് ആക്കിയിട്ട് നോർമലായിട്ടുള്ള A4 സൈസ് ഉണ്ട്. A4 സൈസ് അല്ല, നോർമലായിട്ടുള്ള A4 പേജ് ഉണ്ടാവുമല്ലോ, അതിലങ്ങനെ പ്രിൻ്റ് എടുത്തതാണ്. അതങ്ങനെ ഗമ്മച്ച് ഒട്ടിച്ചിട്ട് 2 പോക്കറ്റ് സൈസിൽ 2 അങ്ങനെ എടുത്തേക്കാണ്. അതിൽ ഒന്ന് ആൻസർ ആയിട്ടുള്ളതും മറ്റേ ഒരു പോക്കറ്റിൽ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളതും വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാനത് ജസ്റ്റ് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് അങ്ങനെ എടുത്തു വെച്ചേക്കാം കേട്ടോ. പിന്നെ ഈ ഒരു പാക്കറ്റിലാണ് ഞാൻ കുറച്ച് സ്റ്റാമ്പുകൾ, അതായത് നമ്മൾ തന്നെ പ്രിൻ്റ് എടുക്കണ നോർമലായിട്ടുള്ള സ്റ്റാമ്പുകൾ, അതൊക്കെ ഞാൻ ഈ ഒരു പാക്കറ്റിൽ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഈ ലെറ്റർ ഒന്ന് കിട്ടിയോടെ തന്നെ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ടാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതുവരെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ പ്രിൻ്റ് എടുത്തിട്ടാണ് എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊന്ന് ഹാൻഡ് മെയ്ഡ് ആക്കിയിട്ട് കോഫി തീമിൽ ഹാൻഡ് മെയ്ഡ് ആക്കിയിട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഓരോ സിറ്റുവേഷൻ കാരണം പിന്നെ എനിക്ക് അതിനൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ടൈമും ഇല്ല ഇനി. പിന്നെ പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാക്കറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് പെൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റാമ്പ് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഓപ്പൺ ആക്കുന്ന ടൈമിൽ അതിലെന്താ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കണുള്ളൂ. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഈ കോഫീൻ്റെ ഓരോ ലോഗോ ഉണ്ടാവുമല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഡബിൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഉള്ളത് വാഷി ടേപ്പാണ്. അത് ഞാൻ തന്നെ ചെയ്തത് 3 ഉണ്ടായിന്. അത് 3 ഞാൻ അതിന്മേൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ പുറത്തുനിന്നായിട്ട് വാങ്ങുമല്ലോ, അതും ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് കാർഡ്സുകൾ ഉണ്ടാവുമല്ലോ, അത് എൻ്റെ കയ്യിലുള്ളതും പിന്നെ കുറച്ച് പ്രിൻ്റ് എടുത്തതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ്. അല്ല ഞാൻ ആ ഒരു ബൗളിലാക്കിയിട്ടാണ് വെച്ചത്. അപ്പോൾ അതിന് വേണ്ടിയതൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളറ് ചാർട്ട് എടുത്തിട്ട് ഞാൻ ഈ ഓപ്പണിംഗ് കാർഡ് ഉണ്ടാവുമല്ലോ, അതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഒരു സൈഡിലായിട്ട് നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു കാർഡ്സും പിന്നെ മറ്റേ സൈഡിലായിട്ട് ഈ കോഫി തീമിൽ വരുന്ന കുറച്ച് കാർഡും ടു ഡു ലിസ്റ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മറ്റേ ഒരു പാക്കറ്റിലാക്കിയിട്ട് ഞാൻ വെക്കുന്നുണ്ട്. നമ്മളിത് ചെയ്യുമ്പോൾ എല്ലാത്തിനും വെവ്വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു പാക്കറ്റ് ഉണ്ടാക്കുമ്പോൾ അത് എനിക്കെന്തോ പോലെ. അപ്പോൾ ഞാൻ കരുതി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലെ ചെയ്തത് കേട്ടോ. അങ്ങനെ ആ ഒരു സൈഡിലായിട്ട് ഞാൻ ഈ ടു ഡു ലിസ്റ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഈ ഒരു സൈഡിൽ പ്രിൻ്റഡ് പേപ്പറും പിന്നെ മറ്റേ സൈഡിൽ പ്ലെയിൻ ആയിരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ. അപ്പോൾ ഞാൻ കരുതി അവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ കോഫി തീം വരുന്ന എന്തെങ്കിലും സ്റ്റിക്കറുകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഈ ഒരു പാക്കറ്റ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യന് ആൻസർ എഴുതിയിട്ടില്ല, ആ പേപ്പറുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു സൈഡിൽ ക്വസ്റ്റ്യന് മറ്റേ സൈഡിൽ ആൻസർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിമ്മ ഇല്ലാതെ സ്റ്റിക്കറുകളൊന്നും ആക്കണില്ല. ഇതിമ്മ ഓൾറെഡി കുറച്ച് പ്രിൻ്റഡ് ആണല്ലോ, അപ്പോൾ പിന്നെ വേണ്ടെന്ന് കരുതി. ഈ ഒരു എൻവലപ്പിൻ്റെത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ
കുറേ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇതിന് കാണിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ അതിലേക്ക് ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കറുകൾ കുറച്ചധികം സ്റ്റിക്കറുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലവർ തീമിൽ വരുന്ന ഒരു ടാപ്പ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തതാണ്. പിന്നെ ഈ ഒരു എൻവലപ്പിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഒരു കോഫി തീമില്ല കുറച്ചധികം സ്റ്റിക്കറുകളൊക്കെ ഒന്ന് ഡെക്കറേഷൻ ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിനി. പക്ഷേ ആ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയതല്ല, ആ മറ്റേ വീഡിയോ എടുക്കണ ആ ബട്ടൺ ഉണ്ടാവുമല്ലോ, അത് നെക്കാൻ മറന്നുപോയി. അത് സ്വാഭാവികമാണല്ലോ. ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കാരോ, വീഡിയോ ഒക്കെ എടുത്തെല്ലാം സെറ്റായി ഗാലറി വന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ഒരു കോഫിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിനി, അതും ഇതേപോലെ സെയിം അവസ്ഥയാണ്. പിന്നുള്ളത് നമ്മളെ ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ യൂസ് ചെയ്യണ ഒരു സ്റ്റാമ്പ് ഉണ്ടല്ലോ, അത് ഞാനങ്ങനെ കടയിൽ കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചതാട്ടോ. അത് ഇങ്ങനെ ഒരു പൂതിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാം ഹയറായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബ്രൗൺ കളറിലെ ഒരു എൻവലപ്പിക്ക് ഈ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഈ കോഫി തീമിൽ വരുന്ന സ്റ്റിക്കറുകളൊക്കെ ഒന്ന് ഒട്ടിച്ച് നല്ല മുഞ്ചാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കൊറിയർ ചെയ്യാനാണുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു പാക്കറ്റൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ അഡ്രസ്സെല്ലാം എഴുതിയിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബായ്.